ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ലൊരു സേമിയ പായസമാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു സേമിയ പായസമാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അപ്പം നമുക്ക് നോക്കിയാലോ. ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ള് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ കാണും നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം. ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് നന്നായിട്ട് ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മുന്തിരിയൊക്കെ ഒന്ന് പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കാവുള്ളൂ, അല്ലെ ഉപ്പ് കൂടിപ്പോൾ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ ഏലക്ക പൊടിച്ചതും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചൂടാക്കാം. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ സേമിയയുടേത്. ഇത് നമ്മൾ ഫ്രൈഡ് സേമിയാണ്, വെർമിസെല്ലിയാണിത്. ഫ്രൈ ചെയ്താണ്, നമുക്ക് പിന്നെ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഫ്രൈ ചെയ്ത പാക്കവുമാണ് വന്നത്. ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ ബൗളിൽ കുറച്ചേ എടുത്തിട്ടുള്ളൂ, ഒത്തിരി എടുത്തിട്ടില്ല. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ 1/2 ലിറ്റർ പാലിനകത്തല്ലേ ആക്കുന്നുള്ളൂ, അത് ഒത്തിരി നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് നമുക്കൊരു കുറച്ച് മതി. ഇത് നല്ല പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു സേമിയ പായസമാണ്. ഇനി ഇത് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ സേമിയ പായസം റെഡി. ഞാൻ തീ കുറച്ചാണ് വെച്ചിരിക്കുന്നത്, ഇത്ര താമസമാകാൻ വേണ്ടിയിട്ട്. കാരണം തീ ഒത്തിരി കൂട്ടി വെച്ച് അടി പിടിക്കും, അതുകൊണ്ടാണ് ഞാൻ തീ കുറച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ചൂടായി വരുന്നുണ്ട്. നമുക്ക് ഇടയ്ക്ക് ഇളക്കി ഇട്ട് കൊടുത്തുകൊണ്ടും ഇരിക്കണം. അങ്ങനെ നമ്മുടെ സേമിയ പായസം റെഡിയായി. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു സേമിയ പായസം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.